ശരിക്കും ഇത് ഇങ്ങനെ ആദ്യം ഈ വരെ വരയ്ക്കുക പിന്നെ ഈ വരെ വരയ്ക്കുക, ഇത് എത്ര പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഇങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാറുള്ളത്. എത്ര പറഞ്ഞാലും അവർ തെറ്റിക്കുമ്പോൾ നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത് നമ്മളെ കടമ. ഇങ്ങനെയല്ല തിരുത്തി കൊടുക്കേണ്ടത്. അതിനാണ് ഇതുപോലുള്ള ട്രേസിംഗ് ബോർഡുകൾ ഉള്ളത്. കാരണം കുട്ടികൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാണ് ഏതാന്ന് നമ്മളെ പോലെ അറിയില്ല. അതിന് ഈ ഒരു ബോർഡ് കാണിച്ചു കൊടുക്കുക. ഇതിൽ ABC എന്നുള്ള Z വരെ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ സ്മാൾ ലെറ്റർ ഉണ്ട്, പിന്നെ നമ്പർ വരുന്നതുണ്ട്, ഷേപ്പുകൾ വരുന്നതുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ട്രേസിംഗ് ബോർഡ് പ്രത്യേകത ഫസ്റ്റ് ഏത് വരെ വരക്കണം, അതുപോലെ തന്നെ സെക്കൻഡ് ഏത് വരെ വരക്കണം ഒക്കെ കറക്റ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഇത് പഠിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് അവർക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ. എന്നാൽ പിടിച്ചോ, ഇതുപോലെ ട്രേസിംഗ് പെന്ന് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ കറക്റ്റ് വരുന്നില്ല എന്നുള്ളത്, അതുപോലെ കേട്ടോ വരക്കാനുള്ളത്. ആദ്യം ഈ 1 കണ്ടില്ലേ, 1 ഇങ്ങോട്ടല്ലേ, അപ്പോൾ ആദ്യം ഈ വരെ വരയ്ക്കുക, പിന്നെ 2 ഈ വരെ വരയ്ക്കുക, 3 ഈ വരയ്ക്കുക. അപ്പോൾ കറക്റ്റ് ഏതിൽ എങ്ങനെ മനസ്സിലാവും? യെസ്, എങ്ങനെയാണ് വരയ്ക്കുക എന്ന് വരച്ച് ചോദിക്കാം. ഇപ്പം മനസ്സിലാവണില്ലേ എങ്ങനെ ഫസ്റ്റ് വരയ്ക്കേണ്ടത് എന്നുള്ളത്. ഇനി B എങ്ങനെ വരയ്ക്കാനുള്ളത്? അതെ, കറക്റ്റ്. ഈ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവർക്ക് കൈയൊക്കെ അല്ല ഹാൻഡ് റൈറ്റിങ്ങിന് കൈയൊക്കെ ഏതൊക്കെ ഡയറക്ഷനാണ് കൊണ്ടുപോകുന്നതൊക്കെ പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ പഠിച്ച് തുടങ്ങുന്ന കുട്ടികൾ നീ വാങ്ങി കൊടുക്കുക. നമ്മളെ മിനിഗിറ്റ്സ് സ്റ്റോർ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യുക.